നമുക്കറിയാം കോടാനുകോടി ഗാലക്സികളുള്ള ലക്ഷക്കണക്കിന് അതായത് നിരവധി ഗ്രഹങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ ഭൂമിയെപ്പോലെ ജീവൻ അനുയോജ്യമായിട്ടുള്ള ഒരു ഇതര ഗ്രഹം നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ തികച്ചും ജീവൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ എത്രത്തോളം വെച്ചാൽ സൗരയൂഥത്തിന് ഭൂമിയുടെ സ്ഥാനം പോരും, ഗോൾഡി ലോക്ക് സോൺ എന്നറിയപ്പെടുന്ന ആ സ്ഥാനത്ത് ഭൂമിയെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. വാസയോഗ്യമായിട്ട രൂപത്തിലുള്ള ഭൂമിയിലുള്ള സംവിധാനങ്ങളെല്ലാം അത് കേവല യാദൃച്ഛികതയുടെ ഫലമല്ല, മറിച്ച് അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്ക് ഭൂമിയെ അതേ രൂപത്തിൽ വാസയോഗ്യമാക്കി തന്നത്. ശേഷം വസ്സമാഅ ബിനാഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് മേൽപ്പുരയാക്കി എന്നുള്ള. അപ്പൊ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ട രൂപത്തിൽ ആകാശത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അന്തരീക്ഷം നൽകി എന്നുള്ളതാണ്. ഭൂമി സൂര്യനിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു അകലം, ഒരല്പം മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഒരല്പം പിറകോട്ട് വന്നാൽ ആ ജീവൻ അതിൽ അസാധ്യമായിട്ട് തീരുമെന്നുള്ളതാണ്. അത് എല്ലാത്തിലും ആ ഒരു സെറ്റിംഗ് കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പറയാറുണ്ട്, ഇപ്പൊ ഈ പ്രപഞ്ച ശാസ്ത്രജ്ഞന്മാർ, കോസ്മോളജിസ്റ്റുകൾ, അവർ പ്രപഞ്ചത്തെ സംബന്ധിച്ചും പ്രപഞ്ച വിശാലതയെ സംബന്ധിച്ചെല്ലാം അത്യധികം വിസ്മയത്തോടുകൂടി, അത്ഭുതം കൂടി, അങ്ങേയറ്റം തഖ്വയോടുകൂടി അവർ സംസാരിക്കുന്ന ഡോക്യുമെന്ററികളെല്ലാം കാണാൻ സാധിക്കും. ഇപ്പൊ ദൈവവിശ്വാസികൾ ദൈവത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് പോലെയാണ് അവർ പ്രപഞ്ചത്തെ സംബന്ധിച്ചെല്ലാം പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ ആ പ്രപഞ്ചത്തെ ദൈവത്തിന്റെ സ്ഥാനത്ത് അവർ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് വിശ്വാസി അതേ പ്രപഞ്ചം നോക്കി അള്ളാന്റെ മഹത്വം അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് പോലെയാണ് അവർ ആ പ്രപഞ്ചത്തെ നോക്കി പ്രപഞ്ചത്തെ തന്നെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഏതുപോലെയെന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ചിത്രത്തെ അല്ലെങ്കിൽ ഒരു ആർട്ട് ഗാലറി നോക്കി നമ്മൾ ചിത്രകാരനെ സംബന്ധിച്ച് അയാളുടെ കഴിവിനെ സംബന്ധിച്ച് മതിപ്പുളവാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അയാളെ വാഴ്ത്തുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കേവലം ആ ചിത്രത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർ ആ ചിത്രം വരച്ച പെയിന്റ്, അതിലുള്ള കെമിക്കല്, അതിന്റെ ആ കോമ്പോസിഷൻ, അതിന്റെ അനുവാദം, അതിനെ സംബന്ധിച്ച് പഠിക്കണം, അതിലേക്ക് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിന്റെ മുമ്പിലുള്ള മനോഹരമായിട്ടുള്ള ചിത്രം അതല്ലെങ്കിൽ ഒരു സൈൻ ബോർഡ്, അത് നിന്നെ ലീഡ് ചെയ്യേണ്ടിയിരുന്നത് ഒരു ചിത്രകാരനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ്.